ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പതിവ് പോലെ തന്നെ അഗ്ലോണിമയുടെ ന്യൂ സ്റ്റോക്ക് പ്ലാന്റ്സിൻ്റെ പ്രൈസും ഡീറ്റെയിൽസൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ഒരുപാട് വെറൈറ്റി പ്ലാന്റ്സ് ഉണ്ട്. പിന്നെ ഓരോ പ്ലാന്റും നിങ്ങൾ നോക്കുമ്പോൾ അതിൻ്റെ സൈസും അതുപോലെ തന്നെ അത് ഏത് വെറൈറ്റി ആണ് എന്നുള്ളതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യുക. റെയർ വെറൈറ്റി ആണെങ്കിൽ അതിനനുസരിച്ച് റേറ്റ് കൂടുതലായിരിക്കും. അതുപോലെ ബുഷി പ്ലാന്റ്സ് ആണെങ്കിൽ അതിനനുസരിച്ച് റേറ്റ് കൂടുതലായിരിക്കും. അങ്ങനെ ഓരോ പ്ലാന്റിൻ്റെ സൈസും വെറൈറ്റിയും അതുപോലെ അത് എത്രത്തോളം ബുഷിയാണ്, ഒരുപാട് തൈകളുണ്ട് എന്നതിനൊക്കെ അനുസരിച്ചാണ് അതിൻ്റെ ഒരു റേറ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഓരോ പ്ലാന്റും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. പിന്നെ നമ്മൾ ഇത് നിങ്ങൾക്ക് അയച്ചു തരിക കൊറിയർ വഴി, അതായത് DTDC അല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റ്, അങ്ങനെ ഏതാണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത് അതിനനുസരിച്ചാണ് നിങ്ങൾക്ക് പ്ലാന്റ് അയച്ചു തരിക. അപ്പോൾ നമ്മൾ ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ്. പിന്നെ കേരളത്തിന് ഉള്ളിലാണെങ്കിൽ മിനിമം കൊറിയർ ചാർജ് വരുന്നത് 70 രൂപയാണ്. കേരളത്തിന് പുറത്താകുമ്പോൾ റേറ്റ് വ്യത്യാസമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് പ്ലാന്റാണ് വേണ്ടതെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ ഒരു നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം. അപ്പോൾ നമുക്കിനി ഓരോ പ്ലാന്റും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. അതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്കിനി വീഡിയോ കാണാം. അപ്പോൾ ഇതാ ഫസ്റ്റായിട്ട് ഈ ഒരു പ്ലാന്റ് ആണ്. ഇത് അഗ്ലോണിമ തൈറോയ്ഡ് ആണ്. തൈറോയ്ഡിൻ്റെ അത്യാവശ്യം സൈസുള്ള പ്ലാന്റ് ആണ് കേട്ടോ. ഇത് നല്ല ഒരു വലിയ പ്ലാന്റ് തന്നെയാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. നല്ല കളറൊക്കെ കയറിയിട്ടുള്ള നല്ല അടിപൊളി പ്ലാന്റ് ആണ്. അപ്പോൾ ഇതാ ഇത്രയും സൈസുള്ള ഈ ഒരു പ്ലാന്റിന് പ്രൈസ് വരുന്നത് 550 രൂപയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് ഇതെന്നോട് വീണ്ടും വീണ്ടും ചോദിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്ലാന്റ് വീണ്ടും സ്റ്റോക്ക് എത്തിക്കുന്നത്. ഇനി ഒരു തൈറോയ്ഡിൻ്റെ കുറച്ച് സൈസ് കുറഞ്ഞ പ്ലാന്റ് ആണ് ഇത്. അപ്പോൾ ഇതിന് ഈ ഒരു സൈസുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് 350 രൂപയാണ് കേട്ടോ. ഇതും വലുതാവുന്നതിനനുസരിച്ച് മറ്റേ പ്ലാന്റിൻ്റെ പോലെ നല്ല കളറൊക്കെ റെഡായിട്ട് തന്നെ വരുന്നതായിരിക്കും. ഇനി അടുത്തത് ഈ ഒരു സിയാം റെഡിൻ്റെ ബുഷി പോട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതും നമ്മൾ ഒരുപാട് തവണ സ്റ്റോക്ക് എത്തിച്ചിട്ടുള്ളൊരു പ്ലാന്റ് ആണ്. അപ്പോൾ ഇതുപോലെ ബുഷി ആയിട്ടുള്ള പ്ലാന്റ് വേണമെങ്കിൽ അങ്ങനെയും കിട്ടും, 1 ഷൂട്ട് ആണെങ്കിൽ അങ്ങനെയും കിട്ടും കേട്ടോ. അപ്പോൾ ബുഷി ആയിട്ടുള്ള ഈ ഒരു 3 തൈകളോട് കൂടിയ ബുഷി പ്ലാന്റിന് 1000 രൂപയാണ് വരുന്നത്. ഇനി 1 ഷൂട്ട് ആണെങ്കിൽ അതിൻ്റെ ഒരു പ്രൈസ് 350 രൂപയാണ് കേട്ടോ. നമുക്ക് ഇൻഡോറൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി വെറൈറ്റി തന്നെയാണിത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതാ ഈ ഒരു പ്ലാന്റ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ചൈന പിങ്ക് എന്നൊരു വെറൈറ്റിയാണ്. അപ്പോൾ ഇത്രയും സൈസുള്ള ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ. ഒരു മീഡിയം സൈസാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ പ്രൈസ് 250 രൂപയാണ് കേട്ടോ. ഇനി അടുത്തതായിട്ട് സ്റ്റോക്കുള്ള മറ്റൊരു വെറൈറ്റിയാണ് അഗ്ലോണിമ പിങ്ക് സ്വാഡ്. ഇതും നല്ലൊരു സൂപ്പർ വെറൈറ്റിയാണ് കേട്ടോ. ഒരു പിങ്ക്, ലൈറ്റ് പിങ്ക് കളറിൽ വന്നിട്ടുള്ളൊരു പ്ലാന്റ് ആണ്. അപ്പോൾ അതാ ഇത്രയും സൈസുള്ള പ്ലാന്റ് ആണ് നമ്മുടെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. പ്രൈസ് 250 രൂപയാണ് കേട്ടോ ഈ ഒരു സൈസുള്ള പ്ലാന്റിന് വരുന്നത്. ഇനി അടുത്തതായിട്ട് സ്റ്റോക്കുള്ള ഒരു പ്ലാന്റ് റയോൺ ഗോൾഡ് ആണ്. റയോൺ ഗോൾഡിൻ്റെ നല്ല സൈസുള്ള പ്ലാന്റ് ആണ് കേട്ടോ. മദർ പ്ലാന്റ് ആണ്. നമുക്കിത് വലിയൊരു പോട്ടിലേക്ക് മാറ്റി വെച്ചാൽ വേഗം തന്നെ ഒരുപാട് തൈകളൊക്കെ വരുന്ന ഒരു വെറൈറ്റിയാണ്. അപ്പോൾ നമുക്ക് ഇത്രയും സൈസുള്ള പ്ലാന്റ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ ചെറിയ പ്ലാന്റ് ഒന്നും നമ്മളടുത്ത് സ്റ്റോക്ക് ഇല്ല കേട്ടോ. അപ്പോൾ ഈ ഒരു സൈസുള്ള പ്ലാന്റിനാണ് റേറ്റ് വരുന്നത് 450 രൂപ കേട്ടോ. 450 രൂപ പ്രൈസാണ് ഇത്രയും സൈസുള്ള ഈ ഒരു മദർ പ്ലാന്റിന്. അടുത്തതായിട്ട് ഇതാ ഈ ഒരു പിങ്ക് അറോറ എന്ന വെറൈറ്റിയാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത്. പിങ്ക് അറോറയുടെ ബുഷി പ്ലാന്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ബുഷി ആയിട്ടുള്ള ഈ ഒരു പ്ലാന്റിന് പ്രൈസ് വരുന്നത് 450 രൂപയാണ്. ഇനി നിങ്ങൾക്ക് 1 ഷൂട്ടാണ് ആവശ്യമുള്ളൂ എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രൈസ് 200 രൂപയായിരിക്കും കേട്ടോ. ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളത് അഗ്ലോണിമ ഗോൾഡൻ ലിപ്സ്റ്റിക് എന്നൊരു വെറൈറ്റിയാണ്. അതും ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ബുഷി ആയിട്ടുള്ള ഒരു പ്ലാന്റിന് നേരത്തെ നമ്മൾ പിങ്ക് അറോറ പറഞ്ഞ പോലെ തന്നെ 450 രൂപയാണ്. അതുപോലെ 1 ഷൂട്ട് പ്ലാന്റ് ആണെങ്കിൽ 200 രൂപയാണ് പ്രൈസ് വരുന്നത് കേട്ടോ. ഇനി മറ്റൊരു വെറൈറ്റി അഗ്ലോണിമ റെഡ് ഡ്രാഗൺ എന്ന വെറൈറ്റിയാണ്. അതിൻ്റെ ഒരു ബുഷി പ്ലാന്റ് ആണ്. 2 തൈകളോട് കൂടിയ ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആണിത്. അപ്പോൾ ഇത്രയും ബുഷി ആയിട്ടുള്ള ഈ ഒരു പ്ലാന്റിന് പ്രൈസ് വരുന്നത് 450 രൂപയാണ് കേട്ടോ. എല്ലാ പ്ലാന്റും നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും നല്ല ഹെൽത്തി പ്ലാന്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ 1 ഷൂട്ടിനാണെങ്കിൽ പ്രൈസ് വരുന്നത് 250 രൂപയായിരിക്കും കേട്ടോ. നെക്സ്റ്റ് വന്നിട്ട് അഗ്ലോണിമ ബാത്തിക് എന്ന വെറൈറ്റിയാണ്. ഇതും നല്ല മൂവിങ് ഉള്ളൊരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ബാത്തിക്കിൻ്റെ ബുഷി പ്ലാന്റ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ബുഷി ആയിട്ടുള്ളൊരു പ്ലാന്റിന് റേറ്റ് വരുന്നത് 550 രൂപയാണ്. ഇനി 1 ഷൂട്ടാണെങ്കിൽ ഇതിലെ ഏറ്റവും വലിയ പ്ലാന്റിന് 250 രൂപയായിരിക്കും ഈ ഒരു 1 ഷൂട്ടിന് റേറ്റ് വരുന്നത് കേട്ടോ. ഇനി തൈറോയ്ഡ് പോലെ തന്നെ മറ്റൊരു വെറൈറ്റിയാണ് അഗ്ലോണിമ ടൈഗർ റെഡ്. അപ്പോൾ ടൈഗർ റെഡിൻ്റെ ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അത്ര വലിയ പ്ലാന്റ് അല്ല, ചെറിയ പ്ലാന്റ് ആണ്. അപ്പോൾ ഈ ഒരു സൈസുള്ള പ്ലാന്റിന് പ്രൈസ് വരുന്നത് 350 രൂപയാണ്.
ഇനി അടുത്തതായിട്ട് മറ്റൊരു സൂപ്പർ വെറൈറ്റിയാണ് അഗ്ലോണിമ ബേബി പിങ്ക്. നല്ലൊരു ലൈറ്റ് പിങ്കിൽ വരുന്ന നല്ലൊരു ഭംഗിയുള്ളൊരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ. ഒരു തൈ ആണെങ്കിലും അത് നല്ല ഒരു ബുഷി ആയിട്ടുള്ളൊരു വെറൈറ്റിയാണ്. അപ്പോൾ ഇത്രയും സൈസുള്ള ഈ ഒരു പ്ലാന്റിന് പ്രൈസ് വരുന്നത് 300 രൂപയാണ് കേട്ടോ. അടുത്തതായിട്ട് സ്റ്റോക്കുള്ള ഒരു പ്ലാന്റാണ് അഗ്ലോണിമ തായ് വൈറ്റ്. തായ് വൈറ്റിൻ്റെ ഈ ഒരു സൈസുള്ള പ്ലാന്റാണ് നമ്മളടുത്ത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും സൈസുള്ള ഈ ഒരു പ്ലാന്റിന് പ്രൈസ് വരുന്നത് 240 രൂപയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ സൈസൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് എത്രത്തോളം ഉണ്ട് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം പ്ലാന്റ് വാങ്ങിക്കാൻ. ഇനി ബിഗ്രോയുടെ മദർ പ്ലാന്റും പുതിയ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു സൈസുള്ള പ്ലാന്റാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നല്ല മദർ പ്ലാന്റ് ആണ് കേട്ടോ. 290 രൂപയാണ് ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നത്. ഇനി മറ്റൊരു വെറൈറ്റിയാണ് അഗ്ലോണിമ റെഡ് വൈൻ എന്ന വെറൈറ്റി. ഇതും ഒരുപാട് പേര് എൻക്വയറി ചെയ്തിട്ടുള്ളൊരു പ്ലാന്റാണ്. അതുകൊണ്ട് നമ്മൾ കുറച്ച് പ്ലാന്റ്സ് മാത്രമേ ഇറക്കിയിട്ടുള്ളൂ. ഇത് ഒരു റെയർ പ്ലാന്റ് ആണ്, അത്ര കോമൺ അല്ലാത്തൊരു വെറൈറ്റിയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും സൈസുള്ള ഈ ഒരു പ്ലാന്റിന് പ്രൈസ് വരുന്നത് 400 രൂപയാണ്. ഇനി കാണിക്കുന്ന പ്ലാന്റ്സ് എല്ലാം റെയർ പ്ലാന്റ്സ് ആണ്, അത്ര കോമൺ അല്ലാത്ത പ്ലാന്റ്സ് ആണ് ഇനി കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രൈസും അതിൻ്റെ ആ ഒരു പേരും നമ്മൾ ഇതിൻ്റെ വീഡിയോയുടെ കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ മാത്രം വാങ്ങിച്ചാൽ മതി. അപ്പോൾ ഇതൊക്കെ റെയർ പ്ലാന്റ്സ് ആയതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് അതിൻ്റെ പ്രൈസ് കൂടുതലായിരിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഓരോ പ്ലാന്റും അതിൻ്റെ സൈസും അത് എത്ര തൈകളുണ്ട് എന്നൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്ത് കറക്റ്റായിട്ട് നോക്കുക. നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന സെയിം പ്ലാന്റ് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് അയക്കുക. ഇനി ഈ പ്ലാന്റ് സോൾഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ അവൈലബിൾ ആയ പ്ലാന്റ്സ് നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ സെൻഡ് ചെയ്ത് തരും. അങ്ങനെ നിങ്ങൾക്ക് അയക്കുന്ന പ്ലാന്റ് മാത്രമേ നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തരുള്ളൂ. അല്ലാതെ ഒരു പ്ലാന്റ് കാണിച്ച് വേറൊരു പ്ലാന്റ് നിങ്ങൾക്ക് അയച്ചു തരുന്ന ഒരു പരിപാടി ഇല്ല. നിങ്ങൾക്ക് ഏത് പ്ലാന്റ് ആണോ നമ്മൾ അയക്കുക അത് തന്നെ നിങ്ങളെ കാണിച്ച് ഷുവറാക്കിയതിന് ശേഷമായിരിക്കും നമ്മളത് നിങ്ങൾക്ക് അയച്ചു തരുള്ളൂ കേട്ടോ. ഏത് പ്ലാന്റ് നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിലും ഓൺലൈനായിട്ടൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് നല്ല ചെറിയ പ്ലാന്റ് വാങ്ങിക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. അത്യാവശ്യം സൈസുള്ള പ്ലാന്റ് തന്നെ നോക്കി വാങ്ങിക്കുക. അങ്ങനെ വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് വില കൂടുതലാണെങ്കിലും ആ ഒരു പ്ലാന്റ് നല്ല രീതിയിൽ വളർത്തിയെടുക്കാനും അതുപോലെ അതിൽ നിന്ന് വേഗം തൈകൾ വരാനും ഒക്കെ നല്ലത് അത്യാവശ്യം സൈസുള്ള പ്ലാന്റ് വാങ്ങിക്കുക തന്നെയാണ്. പിന്നെ നമുക്ക് അഗ്ലോണിമ പ്ലാന്റ്സ് ഒക്കെ നല്ല ബുഷിയായിട്ട് വരാനും ഒക്കെ ഒരുപാട് തൈകളൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ലൊരു അടിപൊളി ഫെർട്ടിലൈസറാണ് ബസാക്കോട്ട ഫെർട്ടിലൈസർ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ബസാക്കോട്ട ഫെർട്ടിലൈസർ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ഈ ഒരു നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അത് കുറച്ച് കോസ്റ്റ്ലി ആണെങ്കിലും ഒരു 4-5 ഗ്രാനുൾസ് നമ്മളൊരു തവണ ഒരു പ്ലാന്റിന് ഇട്ട് കൊടുത്താൽ പിന്നെ ഒരു 5-6 മാസത്തിന് നമ്മൾ വേറൊരു വളങ്ങളും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നല്ല ഗ്രോത്ത് ആയിരിക്കും പ്ലാന്റിന്, അതുപോലെ നല്ല തൈകളും ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ പ്ലാൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ 50K ആവാനായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ എന്നും നിങ്ങളെ സപ്പോർട്ട് വേണമെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഒരുപാട് പേര് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുന്നവർ നല്ല നല്ല കമൻറ്റ്സ് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.